മറ്റു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. ഇടുക്കി മൂന്നാർ ഗ്യാപ് റോഡിൽ പാറ പതിച്ചു. പാറ നീക്കാനുള്ള നടപടികൾ അധികൃതർ ആരംഭിച്ചു. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, പാറ നീക്കാനുള്ള നടപടികൾ ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അതിര പാറ നീക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇതിൽ ബന്ധപ്പെട്ട പൊതുമരാമത്ത് അധികൃതരെല്ലാം സ്ഥലത്തെത്തി ഇനി പാറ നീക്കുക എന്നുള്ള ഒരു നടപടിയിലേക്ക് കടക്കുകയാണ്. ഏതായാലും ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ ഒരു വലിയൊരു പാറ അടർന്ന റോഡിലേക്ക് പതിച്ചത്. ഈ സമയത്ത് വാഹനങ്ങളൊന്നും ഇല്ലാതിരുന്നത് ഏറ്റവും വലിയൊരു അപകടം ഒഴിവായി വേണം പറയാൻ. ഏതായാലും മഴ ശക്തമാകുന്നതുകൊണ്ട് തന്നെ ഗ്യാപ് റോഡിൽ രാത്രികാല യാത്രാ നിരോധനം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് തന്നെ തീർച്ചയായും അതെല്ലാം തന്നെയായിരിക്കും വലിയൊരു അപകടം ഒഴിവായത് എന്ന് വേണം പറയാൻ സാധിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ വലിയൊരു പാറക്കല്ലുകൾ ഇത്തരത്തിൽ ഒന്ന് പതിച്ചിരുന്നു. അന്നും വലിയ രീതിയിലുള്ള നിരവധി സഞ്ചാരികൾ പോകുന്ന മേഖല കൂടിയാണ് ഈ ഗ്യാപ് റോഡ് പ്രദേശം. അന്നും വാഹനങ്ങൾ തലനാറിലേക്ക് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. ഏതായാലും മഴ പെയ്യുമ്പോൾ ഈ ഗ്യാപ് റോഡിൽ ആളുകൾക്ക് തീയാം. കാരണം ഇതുവഴി കടന്നു പോകുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ഈ പാറക്കല്ലുകൾ നിലപതിക്കാവുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെയാണ് മഴ ശക്തമാകുമ്പോൾ തന്നെ ജില്ലാ ഭരണകൂടം ഈ മേഖലയിലുള്ള യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ ഗ്യാപ് റോഡിൽ നിരവധി സഞ്ചാരികളുടെ വാഹനങ്ങൾ വഴിയോരത്ത് നിർത്തി ഫോട്ടോ അല്ലെങ്കിൽ ഇതിന്റെ ദൃശ്യങ്ങളെല്ലാം പകർത്താറുണ്ട്. ഏതായാലും അത്തരത്തിലുള്ള വാഹനങ്ങൾ നിർത്താൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ വലിയ പാറകൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മേഖലയിലെ ഈ വാഹനങ്ങൾ ഇരുവശങ്ങളിലും നിർത്തരുതെന്നുള്ള കർശന നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഇതുവഴി പോകുമ്പോൾ കർശന ജാഗ്രതയോടെ പോകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് രാത്രികാല യാത്രയ്ക്കൊരു നിരോധനം ഏർപ്പെടുത്താനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഇനി നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതെ, ശരി ബിനീഷ്. ഇടുക്കി മൂന്നാർ ഗ്യാപ് റോഡിൽ പാറ പതിച്ചു. പാറ നീക്കാനുള്ള നടപടികൾ അധികൃതർ ആരംഭിച്ചിരിക്കുകയാണ്. നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്.